ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ഡിസംബർ 2025, ഈ വർഷത്തെ 338-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ലോകത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം നമ്മളുടെ മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. നമ്മളുടെ മാതാപിതാക്കളുടെ ആഗ്രഹത്താൽ നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവരുടെ കൃപയാൽ നമുക്ക് മാമോദീസ ഏൽക്കുവാൻ അവസരം കിട്ടി. മൂറോൻ അഭിഷേകത്താൽ, ആദ്യ കുർബാന അനുഭവത്താൽ നമ്മൾ പരിശുദ്ധാത്മ നിറവുള്ളവരായി തീർന്നു. അവരിൽ നിന്ന് നമ്മൾ ഈ ലോകം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി. സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ അവർ നമ്മെ തക്ക സമയത്ത് തന്നെ സ്കൂളിലാക്കുകയും അവിടെ നമ്മുടെ വിദ്യ ആരംഭിക്കുകയും ചെയ്തു. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഫോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നുള്ളത് അവർ നമ്മെ കുഞ്ഞിലെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. ആയതിനാൽ നമ്മൾ യഹോവാഭക്തി ഉള്ളവരായി മുമ്പോട്ട് വളർന്നു വന്നു. എന്നാൽ നമ്മൾ യൗവനത്തിലേക്ക് കടന്നതിന് ശേഷം ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ തത്രപ്പാടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നതായ എല്ലാ കാര്യങ്ങളും അപ്പാടെ നമ്മൾ ചെയ്യാതെ ചില ഇതിൽ നിന്നൊക്കെയും നമ്മൾ മാറി നിന്നു. അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോരുത്തരെയും അനുഭവിക്കുകയും ചെയ്തു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ സദൃശ്യവാക്യം നോക്കുമ്പോൾ 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ നമ്മെയും സ്നേഹിക്കും, യാതൊരു സംശയവുമില്ല. ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അതുതന്നെയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനെ നാം ജാഗ്രതയോടെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ നാം കണ്ടെത്തും. കർത്താവായ യേശു ക്രിസ്തുവിനെ ആര് കണ്ടെത്തുന്നുവോ അവർ അനുഗ്രഹീതരാണ്. അവനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൃപാവരങ്ങൾ തക്ക സമയത്ത് നമുക്ക് ലഭിക്കുകയും അവൻ നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അവനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നവർ. അങ്ങനെ അവനെ സ്നേഹിക്കുന്നവരെ അവൻ സ്നേഹിക്കും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. നാം ഓരോരുത്തരും അതിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നാം ഉദാശകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ആ കുർബാന അനുഭവിക്കുന്നത് വളരെ ഒരുക്കത്തോടു കൂടി ചെന്ന്, അതായത് 6 മസമൂറുകൾ സഭ നമ്മളോട് പറയുന്നുണ്ട്, അത് വായിച്ച് ഗ്രഹിച്ച് അനുദപിച്ച് വേണം വിശുദ്ധിയോടുകൂടി നമ്മൾ ആ കുർബാനയിൽ സംബന്ധിക്കുന്നതിനും ആ കുർബാന അനുഭവിക്കുന്നതിനും. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതിനായി നാം ചെയ്യേണ്ടത് വചനത്തെ മുറുകി പിടിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ എങ്ങനെ ആണ് അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഇടയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വചനത്തിലുള്ള വിജയ സാധ്യത എന്താണ് എന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കണം. വചനത്തിലുള്ള വിജയ സാധ്യത. കാരണം പരിശുദ്ധാത്മ നിറവോടുകൂടി നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നതായ ഈ വേദപുസ്തകം നാം ശരിയായ രീതിയിൽ പാരായണം ചെയ്യുകയും അതിന് പ്രകാരം നാം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ രക്ഷകനെ സ്നേഹിക്കുവാൻ സാധിക്കും. അപ്പോഴാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് പറയുന്നത്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ് പറയുന്നത്. അതിന് മലയാളത്തിലൊരു പഴമൊഴിയുണ്ട്, വേണയിൽ ചക്ക വേരയിലും കായ്ക്കും എന്ന്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അതായത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണണം, കണ്ടെത്തണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ കണ്ടെത്തും. അത് നമ്മളുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അവർ കണ്ടെത്തി, അവർ അനുഗ്രഹം പ്രാപിച്ചു. ഇന്ന് സ്വർഗത്തിൽ അവർ സന്തോഷിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മൾ കാണുന്നതൊക്കെയും
വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കാണാത്തതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ കാണണം. രണ്ടാമത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള വിവരം നമ്മൾ മറക്കാതെ അതിൻ പ്രകാരം നമ്മൾ ജീവിക്കണം. മൂന്നാമത്തേത്, വചനത്തിൽ നിന്നുള്ള വിജയ സാധ്യതകൾ എന്താണെന്നത് വായിച്ച് മനസ്സിലാക്കണം. നാലാമത്തേത്, നിത്യതയിലുള്ള നമ്മുടെ ആത്മാവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ തരപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഒരു എയിം, ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെയും നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയാണ് വേണ്ടത്. നമ്മളെ ഏതെങ്കിലും കാരണവശാൽ ദൈവം പരീക്ഷിക്കുന്നുവെങ്കിൽ ആ പരീക്ഷണത്തിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴൊക്കെ ദൈവത്തിൽ നിന്നും അകലുന്നോ അപ്പോഴൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു പരീക്ഷണം ഉണ്ടാകുന്നത്. ഇസ്രായേൽ ജനങ്ങൾ എപ്പോഴൊക്കെ തൻ്റെ ദൈവമായ യഹോവയെ ത്യജിച്ചുവോ അപ്പോഴൊക്കെയും അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടി. എന്നാൽ എപ്പോഴൊക്കെ അവർ അനുദപിച്ചുവോ, അവർ റെട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്നുവോ, അപ്പോൾ അവൻ മനസ്സലിയുള്ളവനായിട്ട് ആ ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവരെ കഷ്ടത്തിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു. 430 വർഷങ്ങൾ അവർ മിസ്രൈമിൽ അടിമത്തം ലഭിച്ചിട്ട് അവർ നിലവിളിച്ചപ്പോൾ ആ നിലവിളി ദൈവം കേട്ടിട്ട് മോശയെ അവിടെ അയക്കുകയും അവൻ അവരെ അവിടെ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്ത് വരത്തക്കവണ്ണം അവൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു കൊടുത്ത് തൻ്റെ പിൻഗാമിയായ യോശുവയെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെയും ചെയ്തക്കവണ്ണം അവൻ ചെയ്തതായ കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് മനസ്സിലാകും. ഞാൻ ഇവിടെ ഇന്ന് ഈ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവത്തെ നമുക്ക് കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അവനെ സ്നേഹിക്കണം, ജാഗ്രതയോടെ അവനെ അന്വേഷിക്കണം. ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് നാം ഇവിടെ ചിന്തിച്ചത്. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.